ആയിരത്തൊന്ന് രാവുകളിൽ ഇന്ന് മുക്കുവൻ പറഞ്ഞ കഥയാണ്. മുക്കുവൻ ജിന്നിനോട് യുനാൻ രാജാവിൻ്റെയും പണ്ഡിതനായ ദുബാൻ്റെയും കഥയാണ് പറയുന്നത്. പണ്ട് പേർഷ്യ രാജ്യത്ത് യുനാൻ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവുണ്ടായിരുന്നു. വലിയ നിധികളും അസംഖ്യം സൈന്യവും ഉള്ളവനായിരുന്നു അദ്ദേഹം. ധീരനും എല്ലാ തരത്തിലുള്ള സേനകളുമുള്ളവനും. എന്നാൽ അദ്ദേഹത്തിന് അതിഭയങ്കരമായ ചർമ്മരോഗം ബാധിച്ചിരുന്നു. അത് നീക്കം ചെയ്യാൻ വൈദ്യന്മാരും ജ്ഞാനികളും പരാജയപ്പെട്ടു. അവർ കൊടുത്ത മരുന്നുകളോ പൊടികളോ തൈലങ്ങളോ അദ്ദേഹത്തിന് ഒരു പ്രയോജനവും ചെയ്തില്ല. വൈദ്യന്മാരിൽ ആർക്കും അദ്ദേഹത്തെ സുഖപ്പെടുത്താനായില്ല. ഒടുവിൽ ഈ രാജാവിൻ്റെ നഗരത്തിൽ പ്രായം ചെന്ന മഹാനായ ഒരു ജ്ഞാനി എത്തി. അദ്ദേഹത്തിൻ്റെ പേര് ദൂബാൻ എന്നായിരുന്നു. പുരാതന ഗ്രീക്ക്, പേർഷ്യൻ, ആധുനിക ഗ്രീക്ക്, അറബിക്, സിറിയക് പുസ്തകങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഔഷധസസ്യങ്ങളുടെ ഉപയോഗത്തിലും അദ്ദേഹം അറിവുള്ളവനായിരുന്നു. അദ്ദേഹം തത്വചിന്തകരുടെ ജ്ഞാനത്തിൽ പ്രാവീണ്യം നേടിയിരുന്നു. വൈദ്യശാസ്ത്രവും മറ്റു ശാസ്ത്രങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന അറിവ് സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹം നഗരത്തിലെത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജാവിൻ്റെ രോഗത്തെപ്പറ്റി കേട്ടറിഞ്ഞു. അന്നു രാത്രി മുഴുവൻ അദ്ദേഹം ഉറക്കമിളച്ചിരുന്ന് ആ രോഗത്തെപ്പറ്റിയും അതിൻ്റെ ചികിത്സയെപ്പറ്റിയും പഠിച്ചു. പിറ്റേന്ന് രാജാവിനെ കാണാൻ രാജസദസ്സിലെത്തി. എന്നിട്ട് ഒരു മരുന്നോ തൈലമോ കൊടുക്കാതെ തന്നെ രാജാവിൻ്റെ അസുഖം ഭേദമാക്കാം എന്ന് അദ്ദേഹത്തോട് അറിയിക്കുന്നു. അത് കേട്ട് അത്ഭുതപ്പെട്ട രാജാവ് അദ്ദേഹത്തിന് അതിനുള്ള അനുമതി കൊടുക്കുന്നു. അദ്ദേഹം രാജാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തുപോയി ഒരു വീട് വാടകയ്ക്കെടുത്തു. അതിൽ തൻ്റെ പുസ്തകങ്ങളും മരുന്നുകളും ഔഷധങ്ങളും സൂക്ഷിച്ചു. ഇത് ചെയ്തതിന് ശേഷം തൻ്റെ മരുന്നുകളിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ചിലത് തിരഞ്ഞെടുത്ത് പൊള്ളയായ പിടിയുള്ള ഒരു വടിയുണ്ടാക്കി അതിലേക്ക് അവ കടത്തിവിട്ടു. അതിനുശേഷം ഒരു പന്ത് നിർമ്മിച്ചു വൈദഗ്ധ്യത്തോടെ പൊരുത്തപ്പെടുത്തി. അടുത്ത ദിവസം ഇവയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ഈ വടിയെടുത്ത് ഇങ്ങനെ പിടിച്ച് കുതിര മൈതാനത്തിലൂടെ ഓടണം. നിങ്ങളുടെ കൈപ്പത്തിയും മുഴുവൻ ശരീരവും വിയർപ്പുകൊണ്ട് നനയുന്നതുവരെ നിങ്ങളുടെ മുഴുവൻ ശക്തിയും എടുത്ത് പന്തിലടിക്കണം. അപ്പോൾ മരുന്ന് നിങ്ങളുടെ കൈയിലേക്ക് തുളച്ചു കയറി മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കും. നിങ്ങൾ ഇത് ചെയ്ത് മരുന്നെല്ലാം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തിരികെ പോയി കുളിച്ച് സുഖമായി ഉറങ്ങുക. അങ്ങനെ നിങ്ങൾ സുഖപ്പെടും. അതോടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഇത് കേട്ട രാജാവ് ദൂബാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും മാറി. സുഖപ്പെട്ടത് കാരണം രാജാവ് അതീവ ആഹ്ലാദഭരിതനായിരുന്നു. പിറ്റേന്ന് തന്നെ കാണാൻ വന്ന ദൂബാനെ അദ്ദേഹം തൻ്റെ അരികിലിരുത്തി അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. അഭിനന്ദനങ്ങളോടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ഒരുപാട് സമ്മാനങ്ങളും ബഹുമതി വസ്ത്രങ്ങളും നൽകാൻ കൽപ്പന നൽകി. 1000 സ്വർണ്ണ നാണയങ്ങളും. ജ്ഞാനി യാത്ര പുറപ്പെട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. രാജാവിൻ്റെ വസീർമാരിൽ ഒരാൾക്ക് രാജാവിന് ദൂബാനോടുള്ള ഈ സ്നേഹവും കരുതലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം രാജാവിനോട് പോയിട്ട് ദൂബാനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഉന്നതമായ ബഹുമാനങ്ങൾ നൽകി ഏറ്റവും അടുത്ത അടുപ്പത്തിലേക്ക് അയാളെ സ്വീകരിച്ചാൽ ഈ പെരുമാറ്റത്തിൻ്റെ അനന്തരഫലം ചിലപ്പോൾ രാജാവ് അനുഭവിക്കേണ്ടി വരും എന്ന് ഭയപ്പെടുന്നു എന്ന് അയാൾ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് അസ്വസ്ഥനായി. അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശത്രുവായി നീ കണക്കാക്കുന്നത് ആരെയാണ്? ഞാൻ ആരോടാണ് അത്രയ്ക്ക് ദയ കാണിക്കുന്നത്? ജ്ഞാനിയായ ദൂബാനെയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ എൻ്റെ അടുത്ത കൂട്ടാളിയാണ്. ഈ കണക്കിൽ മനുഷ്യരിൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അവൻ ഒരു വൈദ്യനും നീക്കം ചെയ്യാൻ കഴിയാത്ത എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തി. ഇപ്പോൾ ലോകമെമ്പാടും പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ അവനെപ്പോലെ ഒരാളെ കണ്ടെത്താനാവില്ല. എന്തിനാണ് നീ അവനെതിരെ ഈ വാക്കുകൾ ഉരുവിടുന്നത്? ഞാൻ ഈ ദിവസം മുതൽ അവന് ഒരു പതിവ് ശമ്പളവും നിശ്ചയിക്കും. എല്ലാ മാസവും അവന് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകും. എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം അവന് നൽകിയാൽ പോലും അത് അവനോട് ചെയ്യുന്ന ചെറിയൊരു കാര്യമേ ആവുകയുള്ളൂ. അസൂയയല്ലാതെ മറ്റൊരു ഉദ്ദേശത്താൽ നീ ഇത് പറഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. നീ ആഗ്രഹിക്കുന്നത് ചെയ്താൽ അതിനുശേഷം ഞാൻ പശ്ചാത്തപിക്കും, തൻ്റെ തത്തയെ കൊന്ന മനുഷ്യൻ പശ്ചാത്തപിച്ചതുപോലെ. എന്നിട്ട് രാജാവ് ആ കഥ വസീറിനോട് പറഞ്ഞു തുടങ്ങി. പണ്ട് ഒരിടത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെ ഒരുപാട് ദാസിമാരും പിന്നെ അദ്ദേഹം വളർത്തിയിരുന്ന ഒരു തത്തയും ഉണ്ടായിരുന്നു. തത്തയ്ക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം വ്യാപാര സംബന്ധമായ യാത്ര കഴിഞ്ഞ് വന്ന അദ്ദേഹത്തോട്
തൻ്റെ ഭാര്യയെ കാണാൻ അവിടെ സ്ഥിരമായി മറ്റൊരാൾ വരാറുണ്ട് എന്ന് അറിയിച്ചു. അത് ഭാര്യയുടെ കാമുകനാണ് എന്നും തത്ത പറഞ്ഞുകൊടുത്തു. അപ്പോൾ ഇത് കേട്ട് അതീവ കോപാകുലനായ വ്യാപാരി അകത്തു പോയി തൻ്റെ ഭാര്യയെ ഒരുപാട് മർദ്ദിക്കുന്നു. മർദ്ദനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി. ആ സമയം ഭാര്യ ഇത് ആരാണ് ഒറ്റിക്കൊടുത്തത് എന്ന് അറിയാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന ദാസിമാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അക്കൂട്ടത്തിലൊരാൾ തത്തയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത്. തത്തയെ എന്തെങ്കിലും ചെയ്താൽ അത് അയാൾ കണ്ടുപിടിച്ച് ശിക്ഷിക്കും എന്നുള്ളതിനാൽ അവൾ ഒരു ബുദ്ധി കണ്ടുപിടിക്കുന്നു. അവൾ ഈ ദാസികളിൽ ഒരാളോട് അടുത്ത രാത്രിയിൽ ഭർത്താവ് പുറത്തുള്ള സമയത്ത് കൂട്ടിനടിയിൽ കൈത്താരി കൊണ്ട് പൊടിക്കാനും മറ്റൊരാളോട് മുകളിൽ നിന്ന് വെള്ളം തളിക്കാനും മൂന്നാമത്തെ ആളോട് ഒരു കണ്ണാടി ഇരുവശത്തേക്കും ചലിപ്പിക്കാനും കൽപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആ മനുഷ്യൻ താൻ പങ്കെടുത്ത ഒരു വിരുന്നിൽ നിന്ന് മടങ്ങിയെത്തി. ആ രാത്രി തൻ്റെ അഭാവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും തത്തയോട് ചോദിച്ചു. പക്ഷി പറഞ്ഞു, എൻ്റെ യജമാന, അതിയായ ഇരുട്ടും ഇടിമിന്നലും മഴയും നിമിത്തം എനിക്കൊന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. അത് വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവളോട് പറഞ്ഞു, എന്തൊരു വിചിത്രമായ വാക്കുകളാണിവ. ഇപ്പോൾ വേനൽക്കാലമാണ്, നീ വിവരിച്ചതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ തത്ത ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്തു, താൻ പറഞ്ഞത് സത്യമാണെന്നും അങ്ങനെയാണ് സംഭവിച്ചതെന്നും. ആ മനുഷ്യൻ സംഗതി മനസ്സിലാക്കാതെ ഗൂഢാലോചന അറിയാതെ അതിയായ കോപത്തിലായി. പക്ഷിയെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് അത്രയും ശക്തിയോടെ നിലത്തേക്ക് എറിഞ്ഞു അവളെ കൊന്നുകളഞ്ഞു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ദാസികളിൽ ഒരാൾ അദ്ദേഹത്തെ സത്യം അറിയിച്ചു. എന്നിട്ടും അവരെ ഒരുമിച്ച് കാണേണ്ടി വന്നു അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ. തന്നോട് വഞ്ചന ചെയ്ത തൻ്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും അദ്ദേഹം ഒറ്റ വെട്ടിന് തന്നെ കൊന്നുകളഞ്ഞു. തൻ്റെ തത്ത തന്നോട് പറഞ്ഞത് സത്യമാണെന്ന് വ്യാപാരി കണ്ടെത്തി. അവളുടെ നഷ്ടത്തിൽ അദ്ദേഹം അതിയായി ദുഃഖിച്ചു. രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൗശലക്കാരനായ വസീർ തന്നെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു, ജ്ഞാനിയായ ദൂബാൻ എന്നോട് എന്താണ് ചെയ്തത്? ഞാൻ അവൻ്റെ ശത്രുവാകാനും അവനെക്കുറിച്ച് തിന്മ പറയാനും അവനെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങയോട് ഗൂഢാലോചന നടത്താനും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ അവനെക്കുറിച്ച് അറിയിച്ചത്. അങ്ങയുടെ സന്തോഷം അവൻ കവർന്നെടുക്കുമെന്ന ഭയത്താൽ. എൻ്റെ വാക്കുകൾ സത്യമല്ലെങ്കിൽ എന്നെ നശിപ്പിക്കൂ, സിൻബാദിൻ്റെ വസീർ നശിപ്പിക്കപ്പെട്ടതുപോലെ. അപ്പോൾ രാജാവ് ആ കഥ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ വസീർ ആ കഥ പറഞ്ഞു തുടങ്ങി. മുൻപ് പറഞ്ഞ രാജാവിന് വേട്ടയാടൽ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം എപ്പോഴും ഈ മകനോടൊപ്പം ഉണ്ടായിരിക്കാൻ അദ്ദേഹം ഒരു വസീറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം മകൻ വേട്ടയാടാൻ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരു മൃഗത്തെ കണ്ടപ്പോൾ വസീർ രാജകുമാരനോട് ആ മൃഗത്തിനെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നു. ആ മൃഗത്തിനെ പിന്തുടർന്ന് രാജകുമാരൻ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെയായി പോകുന്നു. അവിടെ വെച്ച് അയാൾ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടി ഒരു രാജാവിൻ്റെ മകളാണെന്നും വഴിതെറ്റി അവിടെ വന്നതാണെന്നും അറിയിച്ചതിൽ പ്രകാരം രാജകുമാരൻ ദയ തോന്നി അവളെയും തൻ്റെ കുതിരപ്പുറത്ത് കയറ്റുന്നു. എന്നിട്ട് അവളുമായി കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഗുഹയുടെ അടുത്തെത്തുന്നു. അപ്പോൾ അവൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ആ ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോകുന്നു. അല്പനേരം കഴിഞ്ഞും അവളെ കാണാത്തത് കൊണ്ട് രാജകുമാരൻ വാതിൽക്കൽ വരെ ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് അകത്ത് നിന്ന് വേറെ 2-3 കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അമ്മ ഞങ്ങൾക്കിന്ന് കഴിക്കാൻ വേണ്ടി നല്ല കൊഴുത്ത ഒരു മനുഷ്യനെ തന്നെ കൊണ്ടുവന്നു അല്ലേ എന്ന്. അങ്ങനെയാണ് അതൊരു നരഭോജിയായ സ്ത്രീയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അവൻ പേടിച്ച് പുറത്തിറങ്ങി നിന്നപ്പോൾ ആ പെണ്ണ് തിരികെ വന്ന് അവനോട് എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ എനിക്കൊരു ശത്രു ഉണ്ടെന്നും ആ ശത്രു എൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുകയാണെന്നും പറയുന്നു. അപ്പോൾ അവൾ, നീ രാജാവിൻ്റെ മകനാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കുറച്ച് പണമോ സ്വർണമോ കൊടുത്ത് അവരെ അങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇത് എൻ്റെ ജീവൻ എടുത്തേ ഒഴിവാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിളിച്ച് ആ ആപത്ത് ഒഴിവായി പോകാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവൾ ഉപദേശിക്കുന്നു. അവൻ അതുപോലെ തന്നെ ചെയ്തപ്പോൾ അവൾ അവിടെ നിന്ന് മാഞ്ഞുപോയി. അവൻ തിരികെ കൊട്ടാരത്തിലെത്തി രാജാവിനോട് മന്ത്രി തന്നെ സംരക്ഷിച്ചില്ല എന്ന് പരാതി പറയുന്നു. ആ സമയം തന്നെ രാജാവ് തൻ്റെ മന്ത്രിയുടെ തല വെട്ടിക്കളയുന്നു. രാജാവിനെ സംരക്ഷിക്കേണ്ടത് ഒരു മന്ത്രിയായ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങയെ വീണ്ടും നിർബന്ധിക്കുന്നത്. അങ്ങ് ഈ ദുബാനെ വിശ്വസിക്കരുത്. അവൻ ചിലപ്പോൾ അങ്ങയുടെ നാശത്തിന് കാരണമായേക്കും. അപ്പോൾ രാജാവ് ചിന്തിച്ചു, ഒരു മരുന്ന് പോലും തൻ്റെ പുറത്തു പുരട്ടാതെ തന്നെ ഭേദപ്പെടുത്തിയെങ്കിൽ അവൻ എന്തെങ്കിലും ഇതുപോലെ മണപ്പിക്കാൻ തന്ന് തന്നെ നശിപ്പിക്കാനും മടിക്കുകയില്ല എന്ന് രാജാവിന് തോന്നിത്തുടങ്ങി. രാജാവ് അപ്പോൾ തന്നെ ആളെ അയച്ച് ദുബാനെ തൻ്റെ സദസ്സിലേക്ക് വരുത്തി. അവിടെ എത്തിയ അദ്ദേഹത്തോട്, നിന്റെ ജീവൻ എടുക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് രാജാവ് അറിയിക്കുന്നു. രാജാവെ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? അദ്ദേഹം ചോദിച്ചു.
നീ ഒരു ചാരനാണെന്നും എന്നെ കൊല്ലാനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. ഈ വഞ്ചകന്റെ തല വെട്ടിക്കളയൂ എന്ന് അദ്ദേഹം ആരാച്ചാരെ വിളിച്ചു പറഞ്ഞു. എന്നെ ഒഴിവാക്കൂ, ആ ജ്ഞാനി പറഞ്ഞു. അങ്ങനെ ദൈവം അങ്ങയെ ഒഴിവാക്കട്ടെ. എന്നെ നശിപ്പിക്കരുത്, ഇല്ലെങ്കിൽ ദൈവം അങ്ങയെ നശിപ്പിക്കും. അദ്ദേഹം ഈ വാക്കുകൾ പല തവണ ആവർത്തിച്ചു. എങ്കിലും രാജാവ് അത് കേട്ടില്ല. ഞാൻ നിന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ സുരക്ഷിതനാവും എന്ന് പറഞ്ഞ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന മറ്റ് ജ്ഞാനികളും രാജാവിനെ ഉപദേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും രാജാവ് അതൊന്നും കൈക്കൊണ്ടില്ല. അവസാനം ധൂപാൻ തൻ്റെ വിധി അംഗീകരിച്ചു. രാജാവേ, എൻ്റെ മരണം അനിവാര്യമെങ്കിൽ എനിക്ക് കുറച്ച് സമയം അനുവദിക്കൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി എൻ്റെ കടമകൾ നിർവഹിക്കാനും എൻ്റെ കുടുംബത്തിനും അയൽക്കാർക്കും എന്നെ സംസ്കരിക്കാനും ഉള്ള നിർദ്ദേശങ്ങൾ നൽകട്ടെ. പിന്നെ എൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രത്യേക മൂല്യമുള്ള ഒന്നുണ്ട്. അത് ഞാൻ അങ്ങേക്ക് സമ്മാനമായി നൽകുന്നു. അത് അങ്ങയുടെ ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കണം. എന്താണ് ഈ പുസ്തകം? രാജാവ് ചോദിച്ചു. അതിൽ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത കാര്യങ്ങളുണ്ട്. അതിൻ്റെ രഹസ്യഗുണങ്ങളിൽ ഏറ്റവും ചെറുതിതാണ്. അങ്ങ് എൻ്റെ തല വെട്ടിക്കളഞ്ഞ ശേഷം ഈ പുസ്തകം തുറന്ന് 3 ഇലകൾ എണ്ണി പിന്നെ ഇടതുവശത്തെ പേജിൽ 3 വരികൾ വായിച്ചാൽ ആ തല അങ്ങയോട് സംസാരിക്കും. അങ്ങ് ചോദിക്കുന്നതെന്തിനും ഉത്തരം നൽകും. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു. അദ്ദേഹം തൻ്റെ സേവകരോട് ഇയാളെ കൊണ്ടുപോയി അയാൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് തിരികെ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ഡൂബാൻ ഒരു പഴയ പുസ്തകവും പൊടിയടങ്ങിയ ഒരു ചെറിയ പാത്രവും വഹിച്ചുകൊണ്ട് രാജാവിൻ്റെ മുൻപാകെ ഹാജരായി. എനിക്ക് ഒരു താലം കൊണ്ടുവരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ അദ്ദേഹത്തിന് അത് കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആ പൊടി അതിലേക്ക് വിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ പുസ്തകം എടുക്കൂ. അങ്ങ് എൻ്റെ തല വെട്ടിക്കളയുന്നത് വരെ അതൊന്നും ചെയ്യരുത്. തല വെട്ടിക്കളഞ്ഞതിന് ശേഷം എൻ്റെ തല ഇതിലേക്ക് എടുത്തു വയ്ക്കണം. അപ്പോൾ രക്തം നിൽക്കും. രക്തം നിലച്ചാൽ പുസ്തകം തുറക്കാം. ജ്ഞാനി ഇത് പറഞ്ഞ ഉടനെ രാജാവ് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളയാൻ കൽപ്പന നൽകി. പിന്നീട് പുസ്തകം തുറന്നു. അതിൻ്റെ താളുകൾ ഓരോന്നായി മറിച്ചു. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ താളുകൾ മറിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ അദ്ദേഹം വായിൽ വിരലിട്ട് ഉമിനീർ കൊണ്ട് ആ താളുകൾ ഓരോന്നായി മറിച്ചു തുടങ്ങി. അങ്ങനെ 3-ാമത്തെ താളിലെത്തിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. രാജാവ് ജ്ഞാനിയുടെ ശിരസിനോട് ചോദിച്ചു, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ശിരസ് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, കൂടുതൽ താളുകൾ മറിക്കൂ എന്ന്. അദ്ദേഹം വീണ്ടും ഈ പ്രക്രിയ തുടർന്നു. പതിയെ പുസ്തകത്തിലുണ്ടായിരുന്ന വിഷം അദ്ദേഹത്തിൻ്റെ ഉമിനീരിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും അദ്ദേഹം പിന്നിലേക്ക് മരിച്ചു വീഴുകയും ചെയ്തു. രാജാവിൻ്റെ മരണശേഷം ആ ജ്ഞാനിയുടെ ശിരസ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അധികാരമുള്ളവർ നീതിപൂർവ്വം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് നീതി കിട്ടിയേനെ. എന്നാൽ അവർ അത് അടിച്ചമർത്താൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഭാഗ്യം അവരെ വിപത്തുകളാലും പരീക്ഷണങ്ങളാലും അടിച്ചമർത്തി. എല്ലാം നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ പ്രതിഫലമാണ്. ഇത് പറഞ്ഞ് ആ തലയും നിശ്ചലമായി. കണ്ടില്ലേ, അതുകൊണ്ട് നിനക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിച്ച എനിക്ക് നീ ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് നിനക്കും ഇന്ന് ഈ ഗതി വന്നത്. മുക്കുവൻ ആ കുപ്പിയിലകപ്പെട്ട ജിന്നിനോട് പറഞ്ഞു.